തുടങ്ങാം. സാധനങ്ങളൊക്കെ നമ്മളെല്ലാം റെഡിയാക്കി എന്തായാലും ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒന്നുകൂടി പറഞ്ഞേക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ പനീർ ബട്ടർ മസാലയാണ് നമ്മൾ എടുക്കുന്നത്. അത് പ്രത്യേകതയുണ്ട്, ബീന യമുന കോംബോയാണ്. ഞങ്ങൾ രണ്ടുപേരുടെയും കുറച്ച് വീട്ടിലുണ്ടാക്കുന്ന രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ടാണ് ഞങ്ങൾ സ്നേഹിക്ക് സമ്മാനിക്കാൻ പോകുന്നത്. പനീർ ബട്ടർ ആണ് ഞാൻ ഇന്ന് കഴിക്കാൻ പോകുന്നത്. ചിലപ്പോ കുളവും ചിലപ്പോ നല്ലത് കുളമായാലും ഇല്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ അങ്ങനെ കള്ളം പറയില്ല. കുളമായ ഞാൻ കുളമായെന്ന് തന്നെ പറയും. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് വലിയ ടാസ്ക് ആണ്. നന്നായിട്ട് ഉണ്ടാക്കി തന്നേ പറ്റൂ. ഞങ്ങൾ മാക്സിമം ശ്രമിക്കാം. അപ്പൊ നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒന്ന് പറഞ്ഞേക്കാം. അപ്പൊ മെയിൻ സാധനം പനീർ. അതിന് നമ്മളിത് ഉപ്പും വെള്ളത്തിൽ ജസ്റ്റ് ഇട്ട് വെച്ചിരിക്കുകയാണ്, സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. പിന്നെ നമ്മുടെ മസാലകൾ മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കസ്തൂരി മേത്തി, പിന്നെ ജീരകം അവരുടെ മെയിൻ സാധനമാണ്. പിന്നെ നമ്മൾ തക്കാളി കുറച്ച് അധികം വേണം കേട്ടോ, അത് നമുക്ക് പേസ്റ്റ് ആക്കാനുള്ളതാണ്. പച്ചമുളക്, സവാള, പിന്നെ നമ്മളൊരു ടേസ്റ്റ് മേക്കറാണ് നമ്മുടെ കാഷ്യൂസ്, ഇഞ്ചി, വെളുത്തുള്ളി, ഉപ്പ്. ഇത്രയാണ് നമ്മുടെ പനീർ ബട്ടർ മസാലയ്ക്ക് വേണ്ടത്. അപ്പൊ നമുക്ക് തുടങ്ങാം. ഗ്യാസ് കത്തിക്കാം. അല്ല ഐശ്വര്യം വേണമെന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു അങ്ങനെയല്ലേന്ന് വിചാരിച്ചു. വേണ്ടല്ലേ? വേണ്ട അത്രയും വേണ്ടടി. പേടിച്ചു ഗ്യാസ് മേടിച്ചോ വിളി കേട്ടിട്ട്? വെച്ചോ. ഓക്കെ, നമുക്ക് ആദ്യം ഈ സവാളയും തക്കാളിയൊക്കെ തന്നെ സോട്ടേ ചെയ്യാനായിട്ട്. ബട്ടർ തന്നെയല്ലേ? സവാള ഒരുപാട് റെഡ് ആവണ്ട. ഇത് കഴിച്ചിട്ടുണ്ടോ? പനീർ ബട്ടർ മസാല ഞാൻ ഷോപ്പിൽ നിന്നൊക്കെ എപ്പോഴും വീട്ടിലുണ്ടാക്കിയിട്ടില്ല ഇതുവരെ. വീട്ടിലുണ്ടാക്കിയിട്ടില്ല. അതെ, അതിനിപ്പോ മോൻ വലുതായി വരുന്നില്ലേ, ഇനി ഉണ്ടാക്കണം സ്കൂളിലൊക്കെ. കാരണം ഞാൻ ശങ്കരിയൊക്കെ ജനിച്ച് അതുവരെ സത്യമായിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. മോൻ സ്കൂളിൽ പോകാൻ തുടങ്ങി. അപ്പൊ വെജിറ്റേറിയൻ വരുന്നവര് ചിന്മയിലാവാൻ പഠിച്ചത്. അപ്പൊ വെജ് മാത്രമേ കൊടുത്തുള്ളൂ. അപ്പൊ പനീർ എപ്പോഴും. ഒരാളുടെ കൂവല് കഴിഞ്ഞതേ ഉള്ളൂ ഇപ്പൊ. അതെ, ഞാനത് കേട്ടിട്ടാണ്. സ്നേഹ സപ്പോർട്ട് ചെയ്യായിരുന്നല്ലോ. സ്നേഹ എന്തോ സപ്പോർട്ട്. ഇഞ്ചി ഇടണം. എടാ പച്ചമുളകിന് രണ്ടെണ്ണം മതി. ഞാൻ അരിഞ്ഞു വെക്കട്ടെ അതിനെ. നവീൻ ഇങ്ങോട്ട് വരുന്നതാ പറഞ്ഞ വേണ്ടേ? അവനാ വന്ന വലിയ ശല്യമാണ്. കുഴപ്പമില്ല, വിളിച്ചപ്പാ. ശല്യമാണെന്നാ? അല്ല ശല്യമല്ല, എന്റെ കട്ട ചങ്കണവൻ. എന്തോ കേട്ടല്ല. മോനെ എടാ നിനക്ക് എന്റെ പേരുണ്ട് അറിയാം. അതാ കൂവല് കേട്ടപ്പോഴേ എനിക്ക് തോന്നി. ആദ്യത്തെ കൂവല്. രണ്ടാമത്തെ കേട്ട് അതും മറന്നിട്ട്. അത് കഴിഞ്ഞ് ചേച്ചി പറഞ്ഞ കേട്ടായിരുന്നാ? ഇല്ല, അതാണ് ഇവിടെ നിന്ന് തുള്ളണത്. അതാണ് കേൾക്കേണ്ടത്. പറയണ്ടല്ലാന്ന് വിചാരിച്ചാണ്. എന്റെ കുക്കിംഗ് എവിടം വരെ? കുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. ചേച്ചി പച്ചമുളകും തക്കാളിയും കിട്ടും. അനീഷേട്ടാ, ഈ പനീറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? നമുക്ക് റിച്ച് ഇൻ പ്രോട്ടീൻ ആണ്. നമുക്കിപ്പോ കഴിഞ്ഞ പ്രാവശ്യത്തെ ലൈക്ക് പോൾസ് അത് അന്ന് പറഞ്ഞതാണ്, മറന്നു. അൺലൈക്ക് പോൾസ് അട്രാക്ട്സ് ലൈക്ക് പോൾസ് റിപ്പിൾസ്. അത് പറയാൻ വിട്ടു വേറെ തന്നെ. പിന്നെ ഞാൻ പറയാൻ വിട്ടു, ഈ പനീർ റിച്ച് ഇൻ പ്രോട്ടീൻ. പിന്നെ വേറെ കാര്യം, ഒരു നോൺ വെജിന്റെ എഫക്റ്റിൽ നമുക്ക് കഴിക്കാൻ ചെയ്യും. ഇപ്പൊ ഉണ്ടാക്കുന്ന സാധനം ഏറ്റവും സൂപ്പർ സാധനം പനീർ ബട്ടർ മസാല. പക്ഷെ ഇതെന്തോ മിക്സ് ആണെന്നാണ് ഇവര് പറഞ്ഞേക്കുന്നത്. ദൈവമേ, വീട്ടിലുണ്ടാക്കുന്നത് ടേസ്റ്റ് കൊള്ളൂല്ലെങ്കിൽ ഒരു കോംപ്രമൈസ് ഇല്ല. നമുക്ക് വേറെ കാര്യങ്ങളുണ്ട്. എന്നാ പിന്നെ ഞാൻ പിന്നെ സവാള അരിയട്ടെ. പോയിക്കോട്ടെ. ഞാൻ വന്ന വഴി മറന്നു. ഓക്കെ, അപ്പൊ ഞാൻ പിന്നെ അങ്ങോട്ട് പോയിട്ട് ഇതിനകത്തേക്ക് മറ്റേ മസാലാസ് ഒക്കെ കൊടുക്കാം. കാശ്മീരി ചില്ലിയാണ് എടുക്കുന്നത്. പച്ചമുളക് 2 ഇട്ടിട്ടുണ്ട്. ഇത് അത്ര വലിയ ഇല്ലല്ലോ, പൊടിക്ക് കളറിന് നമ്മൾ ചേർത്ത്. കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മതിയല്ലോ. ഒരു ഗരം മസാല നമുക്കൊരു ഫ്ലേവറിന് അല്ലേ? മതി, അധികം വേണ്ട. പിന്നെ ഇത്തിരി മഞ്ഞപ്പൊടി കേട്ടോ. എനിക്കൊരു കുറ്റബോധം. നിങ്ങൾ ഈ ചേച്ചി ഇവിടെ ചെയ്തോ നീ ഒന്ന് ചെയ്ത്. നിന്റെ ഒരു കൈക്ക് വീഴട്ടെ എന്റെ അകത്തൊന്ന്. അതൊക്കെ പോട്ടെടി. സത്യം പറ, നിന്റെ ബിസിനസ് എങ്ങനെ പോണു? ബിസിനസ് ഞങ്ങള് ബിസിനസ് മാഗ്നറ്റ്സ് അല്ലേ? അല്ല സത്യം ടെൻഷനില്ലേ? ശരിക്കും പറഞ്ഞാൽ ടെൻഷനൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ ചേച്ചിക്ക് തന്നെ അറിയാലോ, വർഷം കാര്യം ഞാനിങ്ങനെ വെറുതെ ഇരിക്കുന്ന ആളല്ല. എനിക്ക് എന്തെങ്കിലും ടെൻഷൻ വേണം എപ്പോഴും. എന്തെങ്കിലും വേണം. മേടിക്കും അല്ലെങ്കിൽ ലൈഫ് ഇങ്ങനെ സന്തോഷമായിട്ട് പോണത് എനിക്ക് ഇഷ്ടമല്ല. ഹലോ, ഹായ്.
എന്തുണ്ട് വിശേഷം? കഴിച്ച് സഹായിക്കണം. കഴിക്കാലോ. ഞങ്ങൾ ഒരു ഇച്ചിരി നേരം കൂടി കഴിഞ്ഞാല് കുറച്ച് വെള്ളം ഒഴിക്കാവേ. ആ, നമുക്ക് ഒഴിച്ചോ. ഞാനുണ്ട് ഇവിടെ സാരമില്ല. കഴിക്കാൻ. അല്ല വെജിറ്റേറിയൻ എനിക്ക് എപ്പോഴും ഒന്നും കിട്ടത്തില്ല. ടോട്ടൽ നോൺ വെജാ. ശരി അല്ല ഞാൻ വെജ് ആയതുകൊണ്ട് ഇവർക്ക് അത് ഉണ്ടാക്കിയാലേ പറ്റുള്ളൂ. അപ്പൊ അല്ല പിന്നെ അപ്പൊ ഇന്നിപ്പോ എനിക്ക് സെറ്റ് കൃഷിയേട്ടാ ഇത് കണ്ടിട്ടേ ദിവ്യ നിനക്ക് ഇഷ്ടമുള്ള സാധനമല്ലേ പനീർ? എനിക്കിഷ്ടം. അല്ല കാരണം എല്ലാവർക്കും പോയി. കൃഷിയേട്ടാ ഇത് കണ്ടിട്ട് പാടാൻ തോന്നിയ പാട്ട് ഏതാ? ഈ പറയുന്ന ഈ പേരിന്റെ മുന്നേ ചിക്കൻ എന്നും കൂടെ ഉണ്ടെങ്കിൽ ബട്ടർ മസാലയ്ക്ക് ഒരു ഗുണമുണ്ടാവും. അതിന്റെ കൂടെ ഫ്രൈഡ് റൈസ് ആണ് ഫേവറേറ്റ്. അതെ അതെ അതെ. പനീർ ബട്ടർ മസാല അല്ല എനിക്കിഷ്ടമാണ് ഓക്കെ ഇതിൽ ഏത് പാട്ട് പാടുന്നത്? പനി നീരു പെയ്യും നിലാവിൽ പാരിജാതത്തിൻ ചോട്ടിൽ. പനീരല്ല ഇത് പനീർ ബട്ടർ മസാല. നമുക്കിപ്പോ അങ്ങനെ പാടാലോ. പനിനീർ ഉണ്ടാക്കടി. ഞാൻ പറയാം എന്റെ മനുഷ്യ പനിനീറല്ല പനീർ. അപ്പൊ ഞാൻ അങ്ങനെ പറയൂ. അപ്പൊ ഞാൻ ആ ഭാഗത്ത് കൂടാ. അപ്പൊ അടുത്ത് നമ്മള് ബട്ടർ ഇട്ടിട്ട് ഇതിനെ ഇത് ചെയ്തെടുക്കണം കേട്ടോ. ഇതിനെ നമ്മള് ഇതരക്കുന്നാണ് കുറച്ച് വലിയ ക്യൂബ്സ് ആയി പോയില്ലേ? അല്ലേ ചേട്ടൻ ഇങ്ങനെയല്ലേ ചെയ്യുന്നത്? ഇത് കുറച്ചും കൂടെ കൂടി. Cook ചെയ്തിട്ട് വിളിക്കാം. എല്ലാം ഞാൻ തന്നെയാണ്. പ്രത്യേകിച്ച് ഞാൻ. ഒരാൾ എനിക്ക് വലുത് നോക്കി ഓടി അപ്പൊ ഭയങ്കര ടെൻഷനാ ശരിക്കും പറഞ്ഞാൽ. ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിട്ട് ഞങ്ങൾ വന്നതാ. ഞങ്ങള് വർത്താനം പറഞ്ഞത് അത് ഒറ്റപ്പാടായി മാറിയോ? നല്ല പുകയും മണമൊക്കെ വരുന്നുണ്ട്. മണം വരുന്നുണ്ടോ? പക്ഷെ വേറൊരു കാര്യം, ഞാൻ അവിടെ ഇരുന്നത് കാണുമ്പോഴേ സ്നേഹ ഈ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വരുന്ന 10 പവന്റെ മാലയൊക്കെ ഇട്ട് അടുത്ത ദിവസം അടുക്കള കയറുന്ന പുതുപ്പെണ്ണില്ലേ, ഈ നാത്തുമാരെ അടുക്കളയിൽ നിന്ന് പഠിപ്പിക്കുന്ന പോലെ ഉണ്ട്. അല്ല, ഒരു minute. ഏത് കല്യാണം പെണ്ണ കല്യാണം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഇതേപോലെ പട്ടുസാരിയെ കൊടുത്ത് വലിയ മാലയൊക്കെ ഇട്ട് ഏത് കല്യാണ പെണ്ണ? കല്യാണപ്പെട്ട ജോലി. പക്ഷെ ഇത് നോക്കി നിൽക്കുന്ന രണ്ട് അല്ല എടാ, അത് ഇപ്പൊ ഈ സീരിയലിലൊക്കെ ആണോ പുള്ളി? അപ്പൊ അങ്ങനെയാണ് പുള്ളിയുടെ ഒരു ഇപ്പോഴും തീർന്നില്ല. വ്യക്തിപരാഗ്യം ഞങ്ങൾ തമ്മിൽ ഒരു ഇതുണ്ട്. സ്നേഹം കാണുമ്പോൾ എനിക്ക് ഓർമ്മ, ഒരാളെ കാണുമ്പോൾ ആദ്യം പരിചയപ്പെടുക, ഹായ് ഹലോ പറഞ്ഞ് നല്ല പ്ലസന്റ് ആയിട്ട് അപ്പൊ ഞാൻ സംസാരിക്കും. ഇതൊന്ന് നമ്മൾ മിക്സിയിൽ പണ്ട് അടിക്കട്ടെ. സ്നേഹം ഞാൻ പരിചയപ്പെടുമ്പോൾ ആദ്യം പിന്നെ എനിക്ക് ഇഷ്ടമില്ല. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ സ്നേഹം? അത് നീ ചെയ്യുന്ന എന്റെ ആദ്യത്തെ വർക്ക്. അപ്പൊ അത് നീ ഇച്ചിരി ഒരു ഞങ്ങൾ അതിന്റെ ഇടയ്ക്ക് അതുകൊണ്ടൊന്നും ചെയ്തോട്ടെ. ഇവിടെ ഓൾറെഡി ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ നോക്കുമ്പോഴേ അടുത്തത്. അതെ. ഓക്കെ, അപ്പൊ എന്നോട് പാവം ദീപചേട്ടൻ ഒരു സങ്കടം പറഞ്ഞോണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനിടയിൽ അതായത് ചേച്ചി, മനഃപൂർവ്വം സ്നേഹയെ ഞാനും കൂടെ ആദ്യം പരിചയപ്പെടുന്നത് 2012-ലാണ്. ആ സമയത്ത് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് സ്നേഹ ചെന്ന് പരിചയപ്പെടാൻ കൈ കൊടുക്കുമ്പോഴേ നമ്മൾ സാധാരണ ഒരാളെ പരിചയപ്പെടാൻ ഭയങ്കര സന്തോഷമായിട്ട് ഞാൻ ഇതാണ് സ്വാൻസോ എന്നൊക്കെ പറയും. പക്ഷെ സ്നേഹം എനിക്ക് നിന്നെ ഇഷ്ടമില്ല. എനിക്ക് എപ്പോഴും സ്നേഹം ഞാൻ ചോദിച്ചു എന്താ, പക്ഷെ അത് എനിക്ക് ഭയങ്കര ഒരു അപ്രീസിയേഷൻ. എന്തായിരുന്നടാ എന്താ സ്നേഹം? അത് കാരണം അത് അന്ന് ഒരു വില്ലൻ ക്യാരക്ടർ ആയിരുന്നു ചെയ്തത്. അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ പെട്ടെന്ന് ഇയാളെ കാണുമ്പോ അയ്യോ എനിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. പിന്നെയാണ് പരിചയപ്പെട്ടത്. എനിക്ക് ആദ്യം ഇതാണ് ഓർമ്മ. എടീ അങ്ങനെയടി തുടക്കം. ആ ഇഷ്ടം പിന്നെ നന്നായിട്ടിരിക്കും. എന്നെ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണ്. ഇത് കാണുന്ന പ്രേക്ഷകർ ചിന്തിക്കും സാരിയുടെ ബിസിനസ്സാണ്. ഞാൻ സാരി ഉടുത്തല്ല പ്രോത്സാഹിപ്പിക്കുന്നത്. അത് ഞാൻ ഇപ്പൊ അഭിനയിക്കുന്ന വർക്കിലെ ഹീറോയിൻ ഒരു ദിവസം എന്നോട് സാധാരണ എപ്പോഴും പറയാറില്ല, എന്നോട് പറഞ്ഞു എടാ നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കാം. ഫോട്ടോ എടുത്തു കഴിഞ്ഞിട്ടാണ് പറയണത് ഇത് സ്നേഹിച്ച് തന്ന സാരിയാണ്. അപ്പൊ അങ്ങനെ ഞാൻ ഫോട്ടോ ഇട്ട് കൊള്ളാൻ വിട്ടു കൊടുത്തു. അപ്പൊ ഞാൻ ഇന്ന് പറയരുത് എനിക്ക് എന്റെ ഭാര്യയ്ക്ക് 5-6 സാരി തരണം. സാരികളിങ്ങനെ അയച്ചു തരുമ്പോ എല്ലാരും നമ്മളിങ്ങനെ സ്നേഹിച്ചിന്റെ ചുമ്മാ പറയാല്ലോ, നല്ല കളക്ഷൻ. സ്നേഹം എങ്ങനെയുണ്ട് ഇവരുടെ കുക്കിംഗ്? ഒരു പ്രത്യേക രീതിയിലുള്ള കുക്കിങ്ങിലാണ് പോയിക്കൊണ്ടിരിക്കണേ. രണ്ടും കൂടി മിക്സ് അത്രേ. അത് രണ്ടും കൂടെ മിക്സ്. ഇവരുടെ രണ്ടുപേരുടെ രീതികൾ മിക്സ് ചെയ്തിട്ടുള്ള പുതിയൊരു കറിയാണ്. എന്നാ ശരി, അപ്പൊ ഇനി സ്നേഹ ചേച്ചിന്റെ കോൺട്രിബ്യൂഷൻ ഒക്കെ ഇട്ട് നല്ല പനീർ ബട്ടർ മസാല ഇല്ലേ, പനീർ ബട്ടർ മസാല ആക്കിയിട്ട് ഞങ്ങൾ വിളിക്കട്ടെ, നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ വരാം. അല്ല അത് വരണമെന്നില്ല, ഞാൻ കഴിച്ചോളാം. അവള് റെഡി വിളിക്കാം. ശരി, ബൈ 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 ബൈ. ഇപ്പൊ വരാടാ. കഴിഞ്ഞു. ഇപ്പൊ കഴിയും. അപ്പൊ അതിലേക്ക് നമ്മള് ഈ ഇത് സാധനം കൂടി ഇടും. ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് ഇതിന്റെ ചെറിയൊരു ടേസ്റ്റ് മേക്കർ പോലെ ഒരു ഇത്തിരി പഞ്ചസാരയും കൂടി നമ്മൾ ഇതിന്റെ അകത്ത് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ചേച്ചി ഇതിന് പകരമേ നമുക്ക് വേണമെങ്കിൽ തേനുണ്ടെങ്കിൽ തേനും ഇടാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കസൂരി മെത്തി കയ്യിലെടുത്ത് പൊടിച്ചിടണം ചേച്ചി. ഇങ്ങനെ ഒന്ന് ആ ഒരു ഫ്ലേവർ അപ്പൊ അതിന്റെ ഇത് കിട്ടും. ബട്ടറിന്റെ ആ ഒരു ഫ്ലേവർ നല്ലോണം ഇരുന്നോട്ടെ. പൊടിക്ക് ഒരു ക്രീം ഇങ്ങനെ നമുക്ക് സെർവ് ചെയ്യുമ്പോഴേടി അതിന്റെ പുറത്ത് അങ്ങനെ ഇട്ടാലും ആ ഒരു അത് കണ്ടോ കണ്ടോ ഇതാണ് ഇതിന്റെ ഐഡിയ. ഇത്രേ ഉള്ളൂ, സംഭവം കഴിഞ്ഞു. ഞങ്ങളിവിടെ കുക്കായി റെഡിയായി അറിഞ്ഞുകൊണ്ട് മാത്രം വന്നതാണ്.
അല്ല സഹായിക്കണോന്ന് ചോദിക്കാൻ കൈ റെഡിയായി എന്നെല്ലാം അറിഞ്ഞിട്ട് വന്നതാ സഹായിക്കാൻ, കഴിച്ച് സഹായിക്കാൻ. ടേസ്റ്റ് നോക്കാൻ ഞങ്ങളുടെ ടൈമിംഗ് കറക്റ്റ് അല്ലേ? ടൈമിങ്. അപ്പൊ എന്തായാലും വന്ന സ്ഥിതിക്ക് നമുക്ക് അങ്ങോട്ട് റെഡിയൊക്കെ ആക്കിയിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് ഇനി പോയാൽ മതി. ഒരു സംശയം, സ്നേഹിച്ച് ഉണ്ടാക്കിയതായിട്ട് കണ്ടില്ലല്ലോ. ഉണ്ടാക്കാറില്ല. ഞാൻ ഉണ്ടാക്കാനല്ല വന്നത്, ഞാൻ കഴിക്കാനാണ് വന്നത്. ഞങ്ങള് സ്നേഹിച്ച അതെ ഞങ്ങള് പക്ഷെ ഇതുങ്ങളില്ലേടി രണ്ടുപേർക്കും സത്യം പറഞ്ഞ രണ്ട് സത്യസന്ധമായിട്ട് പറഞ്ഞു ഞങ്ങൾ അടുക്കളയിൽ കയറിയിട്ടില്ല. പക്ഷെ ഇവരുടെ പ്രസന്റേഷൻ ഇവര് ചെയ്യുന്ന കാണുമ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നും. ഒരുപാട് പേര് പറഞ്ഞു കേട്ടോ നിങ്ങൾ രണ്ടുപേരും. ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയില്ല, ഉണ്ടാക്കി തീരുമ്പോ എന്തോ ആവും. പക്ഷെ രസമാണ്, നല്ല രസമാണ്. ഞാൻ ഇവരുടെ എപ്പിസോഡ് കണ്ടപ്പോ തന്നെ ഞാൻ വിളിച്ചു, ആദരെ വിളിച്ചു. അതെ അതെ നല്ല രസമാണ് രണ്ടുപേരുടെ. ആളായിട്ട് അറിയപ്പെടും. അപ്പൊ അത് പോരാതെ മറ്റവനും ഇച്ചിരി കസൂരി മേത്തി എന്റെ മകളിൽ ഇങ്ങനെ ഞാനിവിടെ ഉണ്ട് കേട്ടോ. ക്രീം കണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അങ്ങോട്ട് എടുത്തിട്ട് ആദ്യം സ്നേഹിക്കും. ആദ്യം നമുക്ക് സ്നേഹം. വാ 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 വാ. എന്റെ വലിയ കഷ്ണം, വലിയ കഷ്ണം, വലുതോ ചെറുതോ? വലുത് വലുത്. നല്ല മണം. ആണോ? നമുക്കൊരു കാര്യം ചെയ്യാം, തുടങ്ങാം നമുക്ക്. ഇത് ഇതിലേക്ക് കൊടുക്കാം അതിന്റെ അകത്ത് അല്ലേ? കൺസിസ്റ്റൻസി എത്രത്തോളം നോക്കിയോളേ. കൺസിസ്റ്റൻസി ഇപ്പൊ കഴിച്ചിട്ട് പറയാം നീച്ചേട്ടാ, ഇപ്പൊ കഴിച്ചിട്ട് പറയാം. കുഴപ്പമില്ല. അടിപൊളി. നമ്മള് ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കില്ലേ, കറക്റ്റ് ആ ടേസ്റ്റ് തോന്നുന്നുണ്ട്. രണ്ടുപേരും കേട്ടോ അടിപൊളിയായിരുന്നു. താങ്ക് യു, താങ്ക് യു. ചേച്ചി അടിപൊളി അടിപൊളി. സൂപ്പർ ആയിട്ട് ആ പ്രോട്ടീൻ ഒന്നും ഇതിന് മിസ്സായി, അവന്റെ ഒരു പ്രോട്ടീൻ കണ്ടന്റ് ഒന്നും മിസ്സായിട്ടേ ഇല്ല ഇതിന്. ഇത് എന്റെ സ്നേഹ സമ്മാനം. അതെ അതെ. പറയട്ടെ, നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. പറഞ്ഞാ മതി. രണ്ട് ചപ്പാത്തിയും കൂടെ വേണം. ദിവ്യ ചെയ്ത പോലെ വേണ്ട. അതില്ല, അങ്ങനെ കൊടുക്കാനുള്ള ഞാൻ ദിവ്യ വഴി കൊടുത്തു. അങ്ങോട്ടില്ല, അവിടെ ഞാൻ നേരിട്ട് തരാം. ചേച്ചി അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്.